ഹരി ഓം. എല്ലാ പ്രിയ മിത്രങ്ങൾക്കും നമസ്കാരം. ഏവർക്കും ശ്രീമദ് ഭഗവത്ഗീത നിത്യസാധനയിലേക്ക് സ്വാഗതം. അറിവ് സംസ്കൃതിയുടെ നിറവ്. ബ്രഹ്മമുഖത്തു നിന്നും ഉത്ഭവിച്ച യജ്ഞകർമാനുഷ്ഠാനങ്ങളെല്ലാം അവസാനമായി ജ്ഞാനത്തിലേക്ക് എത്തിച്ചേരുമെന്നും അനുഷ്ഠാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സ്വാധ്യായ ജ്ഞാനയജ്ഞമാണെന്നും ഉപദേശിച്ച ഭഗവാൻ ജ്ഞാനലാഭത്തിനുള്ള ഉപായവും പാർത്ഥന് ഉപദേശിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിലെ 34, 35 എന്നീ ശ്ലോകങ്ങളാണ്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിനഃ യജ്ഞാത്വാ ന പുനർമോഹം ഏവം യാസ്യസി പാണ്ഡവ യേന ഭൂതാന്യശേഷേണ ദ്രക്ഷ്യസ്യാത്മന്യഥോ മയി. കേരളവ്യാസനെയും കൂടി നമുക്ക് ശ്രദ്ധിക്കാം. പ്രണിപാതം പരിപ്രശ്നം സേവയും ചെയ്തതേൽക്ക നീ, നിനക്കീ ജ്ഞാനമോദിയിടും ജ്ഞാനിമാർ തത്വദർശികൾ. അതറിഞ്ഞാലിപ്രകാരം നീ മോഹിക്കില്ല പാണ്ഡവ, അതിനാൽ ജീവജാലം നീ കാണും തങ്കലുമെങ്കലും. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിനഃ യജ്ഞാത്വാ ന പുനർമോഹം ഏവം യാസ്യസി പാണ്ഡവ യേന ഭൂതാന്യശേഷേണ ദ്രക്ഷ്യസ്യാത്മന്യഥോ മയി. പ്രണിപാതം പരിപ്രശ്നം സേവയും ചെയ്തതേൽക്ക നീ, നിനക്കീ ജ്ഞാനമോദിയിടും ജ്ഞാനിമാർ തത്വദർശികൾ. അതറിഞ്ഞാലിപ്രകാരം നീ മോഹിക്കില്ല പാണ്ഡവ, അതിനാൽ ജീവജാലം നീ കാണും തങ്കലുമെങ്കലും. നീ നമസ്കാരം കൊണ്ടും ചോദ്യങ്ങൾ ചോദിച്ചും ശുശ്രൂഷ കൊണ്ടും അതിനെ അറിയുക. സത്യം അറിഞ്ഞ ജ്ഞാനികൾ നിനക്ക് ആ ജ്ഞാനം ഉപദേശിക്കും. ഹേ അർജുന, ആ ജ്ഞാനത്തെ അറിഞ്ഞാൽ നിനക്ക് പിന്നീടൊരിക്കലും ഇത്തരത്തിലുള്ള മോഹം ബാധിക്കുകയില്ല. ആ ജ്ഞാനം പ്രാപിച്ചതിൻ്റെ ഫലമായി സകല ചരാചരങ്ങളെയും നിന്നിലും എന്നിലും നീ കാണും. നമ്മുടെ സംസ്കാരത്തിൽ ജനിപ്പിച്ചവൻ, വിദ്യാരംഭം കുറിച്ചവൻ, വിദ്യ പഠിപ്പിച്ചവൻ, ആഹാരം നൽകി വളർത്തിയവൻ, ആപത്തിൽ നിന്ന് ജീവനെ രക്ഷിച്ചവൻ എന്നിങ്ങനെ 5 മഹത്തുക്കളെ പിതാവിൻ്റെ സ്ഥാനം നൽകി ആദരിക്കുന്നുണ്ടല്ലോ. സന്താനലബ്ധിയെയും യോഗം തന്നെയായി കണക്കാക്കുന്നവരാണ് നമ്മൾ. യോഗം എന്ന വാക്കിന് കൂടിച്ചേരൽ എന്ന സർവ്വസാധാരണമായ അർത്ഥത്തിലെടുത്താലും മാതാപിതാക്കളുടെ ശരീരമനോബുദ്ധികൾക്കനുസരിച്ചായിരിക്കും സന്താനവും വന്നു പിറക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് സദ്ഭാവനയോടുകൂടി ജീവിതം നയിക്കുന്ന മാതാപിതാക്കൾക്ക് സൽസന്താന ലബ്ധിയും വന്നുചേരും. യോഗ അനുഗ്രഹത്താൽ വന്നുചേർന്ന സന്താനത്തിന് വിദ്യാരംഭം കുറിക്കുന്നതും കുറിക്കേണ്ടതും പിതാവ് തന്നെയാണ്. എന്തെന്നാൽ മാതാപിതാക്കളുടെ പ്രതിരൂപം തന്നെയാണല്ലോ പുത്രരും. മാത്രവുമല്ല, താതൻ്റെ തനുവിൽ നിന്നും സൃഷ്ടമായതാണ് തനയൻ എന്നതിനാലും മാതാപിതാക്കളെ നരകത്തിൽ പതിക്കാതെ രക്ഷിക്കേണ്ട കടമ സന്താനങ്ങളിൽ നിക്ഷിപ്തവുമായതിനാൽ പരിരക്ഷിച്ച് പരിപാലിക്കുന്ന പിതാവ് തന്നെയാണ്
ആദ്യം മാതൃകയായി തീരേണ്ടത്. തൻ്റെ തനുവിൽ നിന്നും സൃഷ്ടമായ തനയനിലുള്ള വിദ്യ പൂർണ്ണതയിലേക്കെത്താൻ ഉത്തമനായ ഒരു ഗുരുനാഥനെ കണ്ടെത്തി സന്താനത്തെ ഏൽപ്പിക്കുന്നു. പ്രാഥമിക വിദ്യാഭ്യാസത്തിലേക്ക് പ്രവേശിക്കാൻ കുട്ടിക്കും മാതാപിതാക്കൾക്കും പരീക്ഷയും അഭിമുഖവും നടത്തുന്ന ഇന്നത്തെ കാലത്ത് ആത്മജ്ഞാനം പകർന്നു നൽകുന്ന ഗുരുനാഥനും അതിനുള്ള അവകാശം നമുക്ക് നിഷേധിക്കാൻ കഴിയില്ലല്ലോ. ഒരു ജീവൻ്റെ വാസനകൾക്കനുസരിച്ച് വിദ്യ പകർന്നു നൽകി ജീവനെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നതിനാൽ ഗുരുനാഥനും പിതൃസ്ഥാനീയനായി മാറുന്നു. ജീവിതസാഗരത്തെ തരണം ചെയ്ത് ജനന മരണാദികളിൽ നിന്ന് രക്ഷിക്കുന്ന വിദ്യയാണ് ആത്മവിദ്യ. ഇന്ന് നമുക്ക് ഏറ്റവും പരിചിതമായത് ശരീരബോധത്തെ നിലനിർത്തി ജീവിതത്തെ എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തോടെയുള്ള വിദ്യാഭ്യാസമാണല്ലോ. നേടിയ വിദ്യയ്ക്കനുസരിച്ച് ഉപജീവന മാർഗവും എല്ലാവർക്കും ലഭിക്കണമെന്നുമില്ല. കാലപ്രവാഹത്തിന് അധീനപ്പെട്ട് ജന്മത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതു മാത്രമാണ് കലാശാലാ വിദ്യ കൊണ്ട് നമുക്ക് സാധ്യമാകുന്നത്. എന്നാൽ ആത്മവിദ്യ ജനന മരണാദികൾ സൃഷ്ടിക്കുന്ന കാലചക്രത്തെ അതിജീവിക്കാൻ സുവ്യക്തമായ ഒരു വഴിയിലൂടെ നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. രണ്ടു വഴികളിലും ശരീരമനോബുദ്ധികളുടെ നിലവാരം അനിവാര്യമാണെന്ന് അറിയാമല്ലോ. ആത്മവിദ്യയെ കാലാതീത വിദ്യയെന്നും ഭൗതിക വിദ്യയെ കാലാധീന വിദ്യയെന്നും വിളിക്കാൻ കഴിയുമെങ്കിൽ ഭൂരിഭാഗം പേരും ഭൗതിക വിദ്യയെയാണ് ഇന്ന് ആശ്രയിക്കുന്നത്. എന്നാൽ ഇനി ജന്മമെടുക്കരുത്, മോക്ഷപദത്തിലെത്തണം എന്ന ചിന്തയോടെ നേടിയ ഭൗതിക വിദ്യയുടെ സഹായത്തോടെ സ്വയം നിയന്ത്രണ വിധേയമായി ജീവിതത്തെ ധാർമ്മിക ബോധത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോയി തൻ്റെ കർത്തവ്യകർമ്മങ്ങളെ മറ്റുള്ളവർക്കും കൂടി അനുഗ്രഹമാകുന്ന രീതിയിൽ നിർവഹിച്ച് സംതൃപ്തമാകുന്ന മൂന്നാമതായ ഒരു വഴിയും കൂടി നമുക്ക് മുന്നിലുണ്ട്. ആത്മവിദ്യയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നതും ഈ വഴി തന്നെയാണ്. ലൗകികമായുള്ള കർമ്മങ്ങൾ ഓരോന്നും ലോകോപകാരമായി ചെയ്യുകയും വേണം എന്ന് തുഞ്ചൻ്റെ കിളിമൊഴിയിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. തന്നെ ഗുരുവായി കണ്ട് ആശ്രയിച്ച പാർത്ഥനോട് ബ്രഹ്മത്തെയും കർമ്മത്തെയും കർമ്മഫലത്തെയും കുറിച്ച് വിശദമാക്കി കഴിഞ്ഞതിന് ശേഷം ജ്ഞാനപ്രാപ്തി എങ്ങനെ കരഗതമാക്കണം എന്ന് വ്യക്തമാക്കുമ്പോഴാണ് ഗുരുനാഥൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. അറിഞ്ഞ ശാസ്ത്രതത്വത്തെ അനുഭവിച്ചറിഞ്ഞ തത്വദർശിയായ ഗുരുവിനെ സമീപിക്കാൻ ഉപദേശിക്കുമ്പോൾ പഠിച്ചറിഞ്ഞ് പറഞ്ഞാൽ മാത്രം പോരാ, അനുഭവിച്ചറിഞ്ഞവനും കൂടി ആയിരിക്കണം ഗുരുനാഥനെന്ന് ഭഗവാൻ വ്യക്തമാക്കുന്നു. അനുഭവിച്ചറിയുന്നവനാകുമ്പോഴാണല്ലോ ഗുരു ബ്രഹ്മാവും വിഷ്ണുവും ശിവനും മാത്രമല്ല പരബ്രഹ്മമായും മാറുന്നത്. കേവലം മൗനം കൊണ്ട് ശിഷ്യൻ്റെ അജ്ഞാനാന്ധകാരത്തെ നീക്കുന്ന ഗുരുവിനെ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ നമ്മൾ കണ്ടിട്ടുമുണ്ട്. തത്വദർശികളായ ഗുരുനാഥന്മാരെ സമീപിച്ച് തൻ്റെ അഷ്ടാഹങ്കാരത്തെയെല്ലാം സാഷ്ടാംഗ നമസ്കാരം കൊണ്ട് നശിപ്പിച്ച് തനിക്കനുയോജ്യമായ മാർഗത്തെ ഉപദേശരൂപത്തിൽ സ്വീകരിച്ച് സ്വജീവിതത്തിൽ പ്രായോഗികമാക്കി മുന്നോട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന സംശയങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി അറിയാനുള്ള തൻ്റെ ആത്മാർത്ഥതയെ സമർപ്പണബോധത്തോടെയുള്ള ശുശ്രൂഷയാൽ പ്രകടമാക്കുമ്പോൾ ശിഷ്യൻ്റെ മനസ്സിന് പാകത വരുന്നതിനനുസരിച്ച് ഗുരുനാഥൻ ജ്ഞാനോപദേശം നൽകി അനുഗ്രഹിക്കും. ഗുരുനാഥൻ്റെ കൃപയാൽ കരഗതമാകുന്ന ജ്ഞാനപ്രാപ്തിയാൽ ദുഃഖം നൽകി അജ്ഞാനാന്ധകാരത്തിലേക്ക് വീഴ്ത്തുന്ന മോഹം ഈ ജന്മത്തിലെന്നല്ല ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ പോലും വന്നു ഭവിക്കുകയില്ല എന്നു മാത്രമല്ല, സകല ചരാചരങ്ങളെയും തന്നിലും തുടർന്ന്
പരമാത്മസ്വരൂപത്തിലും ദർശിക്കുമെന്ന് പാർത്ഥനെ ഉപദേശിക്കുന്ന ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ തുടർന്നുള്ള വചനങ്ങൾ അടുത്ത ദിവസം നമുക്ക് ശ്രദ്ധിക്കാം. എല്ലാ പ്രിയ മിത്രങ്ങൾക്കും നന്ദി, നമസ്കാരം. ഹരി ഓം.